അഡ്വക്കേറ്റ് വി രാജേഷ്, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്തത്? തുടർച്ചയായ ശ്രമങ്ങളുണ്ട് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഫണ്ട് വിതരണം അടക്കം ഉണ്ടാകുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നു തുടങ്ങിയ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പരിഹാരം ഉണ്ടാകുന്നില്ല. താങ്കൾ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്, ഫണ്ടും അനുവദിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ മാതൃഭൂമി വിഷയം ചർച്ചയ്ക്കെടുത്തത് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ സമ്മർദ്ദവും ഏറ്റവും വലിയ വേദനയും കണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചേ മതിയാവുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയാണ് ABC പദ്ധതി. അതായത് ആൻറ്റി ബർത്ത് കൺട്രോൾ, തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുക എന്നുള്ളത്. നമുക്കൊന്നും മനസ്സിലാവാത്തത് ഇത്രയും വർഷം 10, 30, 40 വർഷം കൊണ്ട് ഈ വന്ധ്യംകരണം കേൾക്കുകയാണ്. അന്നേ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് തെരുവ് നായയുടെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ എവിടെയാണ് പാളുന്നത്? ഈ തെരുവുനായ വന്ധ്യംകരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിൻ്റെ 1% പോലും പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ തെരുവുനായ്ക്കൾ പെരുകുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? മാലിന്യം തെരുവുകളിൽ വലിച്ചെറിയുന്നു. അതോടൊപ്പം ഈ കൃത്യമായിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത സ്ലോട്ടർ ഹൗസുകൾ, ഇറച്ചിവെട്ട് സ്ഥാപനങ്ങൾ കൂണുകൾ പോലെ മുളയ്ക്കുകയാണ്. ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്ന മാടുകളെ അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് കിട്ടുന്നിടത്ത് വലിച്ചെറിയുകയാണ്. ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായി മാറി വരികയാണ്. ഇപ്പോൾ തെരുവുനായയുടെ അനുമതിയോടുകൂടി മാത്രമേ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഈ പ്രശ്നങ്ങൾ, അതായത് ഈ മാലിന്യ പ്രശ്നം, ABC കേന്ദ്രങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അതിനുവേണ്ട കാര്യക്ഷമതയില്ല, ഈ തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് എത്ര നാളാവുന്നു? തെരുവുനായ പ്രശ്നം എപ്പോഴൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടുതലാകുമ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാത്തതുകൊണ്ടല്ല, ഇതിന് പരിഹാരം കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അതിന് വിഘാതമായി നിൽക്കുന്ന ഘടകം എന്താണ്? ഞാനതിൽ ഒരു കാര്യം പറയാം. അതായത് ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ കൂടിയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെയൊക്കെ വാർഡുകളിൽ ഈ തെരുവുനായയുടെ ശല്യം കൂടുമ്പോഴേക്കും ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഇതിനെ കോർപ്പറേഷനിൽ അറിയിച്ച് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഈ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ ഇതിനെ വന്ധ്യകരിക്കുന്നതാണ് പറയുന്നത്. അതിനുശേഷം 5 or 6 ദിവസം കഴിയുമ്പോഴേക്കും കൊണ്ടുവിടും. അവിടെ തന്നെ കൊണ്ടുവിടുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? അവിടെ കൊണ്ടുപോയി ഇപ്പോൾ 5 എണ്ണം പിടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ഉദ്യോഗസ്ഥരെ പറയുന്നത്, നിങ്ങൾക്ക് വേറെങ്ങും പാർപ്പിക്കാൻ നിർവാഹമില്ല, 5 എണ്ണയെ കൊണ്ടുവിടാവുള്ളൂ. ഇവരിതിൻ്റെ പലിശ ഉൾപ്പെടെ ഒരു 7 or 8 എണ്ണത്തിനെ കൊണ്ടുവിടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ പെരുകുന്നത്? എന്നിട്ട് ഇത് ഏറ്റവും വേദനാകരവും അതിൽ ആശ്ചര്യവും ആശങ്കയൊക്കെ വരുന്നത്, ഇപ്പോൾ വന്ധ്യംകരിച്ചതിന് ശേഷം ഈ ചെവിയിൽ ഒരു ത്രികോണം ഒക്കെ അതൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ വന്ധ്യംകരിക്കുന്നതിന് മുമ്പ് തെരുവ് നായ്ക്കൾ 3 പ്രസവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ വന്ധ്യംകരിച്ചതിന് ശേഷം കൊണ്ടുവിടുന്ന നായ്ക്കൾ 5 പ്രസവിക്കുന്നൊരവസ്ഥ. അപ്പോൾ സത്യം ഇത് വന്ധ്യംകരിച്ച ഈ കാതിൽ ചിഹ്നമുള്ള കാതിൽ ചിഹ്നമുള്ള ഇതിനെ വന്ധ്യംകരിച്ചതാണെന്ന് കാതിൽ ചിഹ്നമുള്ള പെൺ തെരുവ് നായ്ക്കൾ 5ഉം 6ഉം പ്രസവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളുണ്ട്. ഞാനത് അങ്ങനെ അതിൻ്റെ കുട്ടികളുമായിട്ട് നടക്കുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് പാളുന്നത്? ഈ വന്ധ്യംകരണം എന്നുള്ള പ്രക്രിയയെ ഇവിടെ നടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ വന്ധ്യംകരണത്തിൻ്റെ പേരിൽ എഴുതിയെടുക്കുന്ന കോടിക്കണക്കിന് രൂപ ആ പ്രവർത്തനം നടത്താതെ ആ പണം പലരുടെയും പോക്കറ്റിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം വരെ തെരുവ് നായ്ക്കളുണ്ടെന്നാണ് കണക്ക്. തിരുവനന്തപുരം സിറ്റിയിൽ 8400 തെരുവ് നായ്ക്കളുണ്ടെന്നാണ് പറയുന്ന ഏകദേശ കണക്ക്. ഈ 8400 തെരുവ് നായ്ക്കളെ പിടിക്കുവാനും വന്ധ്യംകരിക്കുവാനും ഒക്കെ ആയിട്ടുള്ള പരിശീലനം ലഭിച്ച വെറും 4 പേരാണ്. 180 പേർക്ക് ജില്ലാ പഞ്ചായത്ത് പരിശീലനം കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ 4 പേരെ വച്ചിട്ട് 8400 തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് 7 ദിവസം ശുശ്രൂഷിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? ശരി, ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത്. പക്ഷേ നിരന്തരം ഈ ദിവസം തന്നെ ആലപ്പുഴയിലടക്കം എല്ലായിടത്തും നമ്മൾ കുഞ്ഞുങ്ങളെ കാണുകയാണ്. തെരുവ് നായ്ക്കൾ കടിച്ചു കയറിയ, നമ്മൾ ഒരു കൊതുക് കടിക്കാതെ നോക്കുന്ന കുഞ്ഞുങ്ങളാണ്, ഒരിടത്ത് വീഴാതെ നോക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളാണ് തെരുവ് നായ കടിച്ചു കയറി ചോരയും ഒലിപ്പിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്.